ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്രാവ് കറിയാണ്. അതിനാവശ്യമായ 250 ഗ്രാം സ്രാവാണിത്. ഇത് ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. തൊലിയൊക്കെ കളഞ്ഞതാണ്. തൊലി ഞങ്ങൾ വാങ്ങുമ്പോൾ തന്നെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടാണ് കിട്ടുക. പിന്നെ ഞാൻ ചെറുതായി കട്ട് ചെയ്തതാണ്. ഇനിയിപ്പം ഇതിനാവശ്യമായ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച സ്രാവൊക്കെ നമുക്ക് അതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചെറുതായി കട്ട് ചെയ്താണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാനത് ചെറുതായിട്ടാണ് കട്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാനിതിൽ 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മുളക് പൊടിയാണ്. അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ വലിയൊരു തക്കാളി തന്നെ എടുക്കുന്നത്. വലിയൊരു തക്കാളി എടുത്തു കഴിഞ്ഞാൽ നല്ല പുളിയൊക്കെ കിട്ടും അതിന്. അപ്പോൾ നമ്മളെപ്പോഴും സ്രാവ് കറി വയ്ക്കുമ്പോൾ വലിയൊരു തക്കാളി എടുത്തിട്ട് മുറിച്ച് കൊടുക്കണം. വലിയൊരു തക്കാളി എടുത്തിട്ട് ആണ് ഞാനിതിലേക്ക് കട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളകും പിന്നെ അതൊന്ന് നടു കീറിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ കുഞ്ഞായിട്ട് അരിയല്ല, നടുകീറി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറിയൊരു ഇതാക്കിയിട്ട് എടുത്തിട്ടുള്ള പുളിയാണ്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ച വെള്ളമാണ് ഇപ്പം ഞാനതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്രാവ് കറിക്ക് അത്യാവശ്യം പുളി വേണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് കുറച്ചൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ അടുപ്പത്ത് വെച്ച് ആദ്യം ചെയ്യേണ്ട. ഞാൻ സ്രാവ് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ എല്ലാം ആദ്യം മിക്സാക്കിയൊക്കെ വെച്ചതിന് ശേഷമാണ് അടുപ്പത്ത് വെക്കാറ്. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊന്ന് മൂടി വെച്ച് നമുക്കിത് വേവിക്കാം. അപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. 1/2 മുറി തേങ്ങ എടുക്കുക. തേങ്ങ കൂടുന്നതിനനുസരിച്ച് സ്രാവ് കറീൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ 1/2 മുറി തേങ്ങ എടുക്കുക. പിന്നെ 2 ചെറിയ ഉള്ളി, 1 സ്പൂൺ ജീരകം, നല്ല ജീരകമാണ് ഇതിലേക്ക് കൂട്ടുന്നത്, ചെറിയ ജീരകം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാൻ എപ്പോഴും ചെറിയ ജാറാണ് എടുക്കുന്നത്. വലിയ ജാറാകുമ്പോൾ വെള്ളമൊഴിച്ച് ഒരുപാട് ഇതാക്കേണ്ടി വരും. അപ്പോൾ ചെറിയ ജാറാകുമ്പോൾ നന്നായിട്ട് അരഞ്ഞും കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ 1/2 മുറി തേങ്ങ എടുത്തിട്ട് നമുക്ക് അതും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ അരപ്പ് നന്നായിട്ട് അരഞ്ഞ് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം. അതാണ് സ്രാവ് കറീന് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അരച്ചെടുത്തത് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറേ വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ പുറത്തേക്ക് വരും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചെറിയ ജാറിലാണ് അരച്ചെടുക്കാറ്. ഇപ്പോൾ നമ്മുടെ സ്രാവ് കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഉപ്പും മുളകും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ സ്രാവിന് വേവാൻ അധികം ടൈമൊന്നും വേണ്ട, വേഗം വെന്ത് കിട്ടും. ഒന്നാമത് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തത് കൊണ്ട് സ്രാവ് വേഗം വെന്ത് കിടക്കും. പിന്നെ തോലൊക്കെ എടുത്തതിനോട് ശരിക്കും നല്ലൊരു മീനാണ്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നന്നായി പേസ്റ്റ് പോലെ അരച്ച് വെച്ച തേങ്ങ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും ഉള്ളിയും കൂടിയും നന്നായിട്ട് അരച്ച് വെച്ചതാണ്, നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കൂടുതൽ തേങ്ങ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ എടുക്കാം. തേങ്ങ കൂടുന്നതനുസരിച്ച് നല്ല ടേസ്റ്റ് വരികയുള്ളൂ. അപ്പോൾ തേങ്ങ നന്നായിട്ട് ചേർത്ത്, അല്ലെങ്കിൽ കട്ടി ഉണ്ടാവില്ല. തേങ്ങ കുറഞ്ഞു പോയാൽ നമ്മുടെ സ്രാവ് കറി ഒരു വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ കട്ടി വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തേങ്ങ ചേർക്കണം. അപ്പോൾ നന്നായിട്ട് തേങ്ങയും ചേർത്ത് നന്നാക്കി ഞാനത് മിക്സ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുക.
ഇനി നമുക്കൊന്നും കൂടി ഈ തേങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തേങ്ങ ആദ്യം നന്നായിട്ട് കുക്കായതാണ് കറി. ഇനി നമ്മൾ തേങ്ങ ഒഴിച്ചപ്പോൾ ആ തേങ്ങയും കൂടി ഒന്ന് നന്നായിട്ട് അതിൽ കിടന്നിട്ട് കുക്കാവണം. നമുക്കതിലേക്ക് ഞാൻ ബാക്കി ആ തേങ്ങയിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അരച്ചത് ഒന്നും കൂടി ജാറും ഒന്നും കൂടി അതിലേക്ക് ഒഴിച്ചെന്നുള്ളൂ. വെള്ളം വേണമെന്നവർക്ക്, ഇപ്പോൾ വെള്ളം വേണ്ടാത്തവർ അധികം വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ ഉപ്പ് നോക്കി കുറച്ച് വേണമെങ്കിൽ ഉപ്പും കൂടി നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കുറേ ഉപ്പിടണ്ട, ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ നോക്കിയതിന് ശേഷം ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൽ ഉപ്പ് കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തത്. ഇനി ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ട കഷ്ണങ്ങളൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. കറിയൊക്കെ നന്നായി, ഞങ്ങൾക്ക് കുറച്ച് ആളായതുകൊണ്ട് കുറച്ച് കറി മതി. അതുകൊണ്ട് ഞാൻ കുറച്ചേ കറി വെച്ചിട്ടുള്ളൂ. നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കുന്ന വരെ നിൽക്കുക. കാരണം ആ സ്മെല്ലൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ അതിൽ വരാവുന്നത് വരെ ഒന്ന് തിളയ്ക്കുന്ന വരെ നിന്നതിൻ്റെ ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്ക് വറവിടുകയാണ് വേണ്ടത്. അപ്പോൾ അതൊന്നും കൂടി വറ്റിയതിന് ശേഷം അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് വറവിടുകയാണ് വേണ്ടത്. വറവിടാൻ ആവശ്യമായിട്ടുള്ളത് 3-4 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുക്കുന്നത്. ചെറിയ ഉള്ളി എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് എടുക്കുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ചെറിയ ഉള്ളി 3-4 ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചെറിയൊരു കളറ് മാറ്റം വരുമ്പം, അതായത് ഒന്ന് ചുവപ്പ് കളർ വരുമ്പോഴത്തേക്കും നമുക്കത് സ്രാവ് കറിയിലേക്ക് ഇടാം. സ്രാവ് കറി ഒന്നും കൂടി ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വറവിടണം. പിന്നെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുകയും ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണേ, മറക്കരുതേ.